സുരേഷ് ചേട്ടാ, ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. To listen to your voice, to listen to whatever you say. Over to you. നമസ്കാരം. 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 Good evening, Lulu. Good evening, Kochi. Good evening, the cast and crew of JSK. വളരെ സന്തോഷപ്പെട്ടു. പ്രത്യേകിച്ചൊരു പുതിയ പദവിയിലേറി ആദ്യമായിട്ട് 2022 തുടങ്ങി വെച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്നു, വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി, നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി, അതും ഏതാണ്ട് 1.5 വർഷവും 8 മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം JSK എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ, എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ, സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ. സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ്. ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങൾ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു. ഞാൻ പറയുന്നു, ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ്. പെൺമക്കളുള്ള, ഭാര്യമാരുള്ള, അമ്മമാരുള്ള, പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെ ഒരു സഹോദരനായും, അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ അമ്മയുടെയും മകനായും, അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല, ഒരു നല്ല പൊളപ്പേൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. I thought while performing, and I still think I am a villain in this film. ഒരു വില്ലൻ ഭാവം എനിക്ക് ഈ സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കഥ പൊളിച്ചു, കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. there is lot to it. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് കഥയ്ക്ക് ആസ്പദമായ സ്ത്രീയുടെ വ്യഥ, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് സാമ്യതകളുണ്ടാവും. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അങ്ങനെ നിറയെ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത, അതിജീവിത, അങ്ങനെ എന്തൊക്കെ പേരിട്ട്, പരാജിത, അപരാജിത, അങ്ങനെ ഒരുപാട് ടാഗ്ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ, പ്രായഭേദമന്യേ ഒരുപാട് സഹോദരിമാർ സൊസൈറ്റി കണ്ണീരോട് മാത്രം, കണ്ണീരിൽ മുക്കി കണ്ണീരോട് മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടുന്നതല്ലേ, ഇത് കോടതിയിൽ വിവിധ തലങ്ങളിലെത്തി ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതി, ഇല്ല, തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ. അതൊരു പക്ഷേ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ചർച്ചയിലേക്ക് വളരെ ആഹ്ലാദത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ, അതിന് ഞാൻ മഹത്തായ സിനിമയിൽ അഭിമാനത്തോടെ അവകാശപ്പെടുന്നതിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി JSK കൊണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായിരുന്നു.
ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ അത്രയും വലുതാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് ഭീമാകാരനായി മാറും എന്നെനിക്ക് നന്നായിട്ടറിയാം. വലിയ ഉത്തരവാദിത്തമാണ് ഇത്രയും പ്രവീൺ നാരായൺ വേദിയുടെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ലൈനപ്പിലുള്ള സുജിത്തായ അതുപോലെ തന്നെ സേതു നായർ, മനീന്ദ്രകുമാർ. ഈ സിനിമ ആദ്യം പ്രവീണിൻ്റെ അടുത്ത് 2021 2021 വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനിത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നത്. അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിന് ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിയിട്ടുള്ളത്. അനുപമയുടെ വളരെ ഹൃദയം തുറന്നു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവമല്ല. അനുപമ നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട്. സിമ്പിൾ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചെടുത്തവരുമായിരുന്നു. പക്ഷെ പിന്നീട് സിമ്രൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാകാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന അമ്പൻ സംവിധായകരെയുണ്ട്. അസിൻ, നയൻതാര, ഇവരെല്ലാം തന്നെ ലോകം താമസിക്കുന്ന വിവിധ ഭാഷകളുടെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും തന്നെ അനുപമയുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റും. അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാലോകമാണ് സമൂഹത്തിൽ മുഖരിതമാകാൻ പോകുന്നത്. I call this rather not Jay's story, the voice of Janaki. It is going to be a resounding. ഉറപ്പം ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുള്ളത്. അതെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി. ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ നിർവഹിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ശബ്ദിച്ചിരിക്കുന്നതും. പക്ഷേ കർമ്മ നമ്മളിത് കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതി ബോധത്തിൻ്റെ, നീതി നിർവഹണത്തിൻ്റെ ഉയർത്തേണ്ടതിന് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമസംഹിത അല്ലെങ്കിൽ പുതിയ നിയമസംഹിതയിലേക്ക് ഒരു പുതിയ 7 എഴുതി ചേർത്ത് കിടന്ന തരത്തിലുള്ള ഒരു വിധിയായി കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് JS. I would love to have all the actors and the technicians with us on the stage now. Please.